ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് പൈതൽ മലയിലേക്കാണ്. കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ് ഈ പൈതൽ മല. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പൈതൽ മലയ്ക്ക് പോകുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം യാത്രയുണ്ട് ഈ പൈതൽ മലയിലേക്ക്. ഞാനിപ്പം പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയോര ഹൈവേയിലെ കൂടി കേട്ടോ. അപ്പോൾ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഒരു പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഇതിൻ്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ ഏകദേശം ഈ മലയോര ഹൈവേയുടെ റോഡിൻ്റെ പണികളൊക്കെ നടന്ന് നല്ല അടിപൊളി റൂട്ട് കേട്ടോ. അതായത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ മലയോര ഹൈവേയിൽ കൂടി വന്നാൽ കണ്ണൂർ ചാടമല വളരെ എളുപ്പമാണ്. മാഹിയുടെ അപ്പുറത്ത് പോയി നമുക്ക് ചാടാം കേട്ടോ. നല്ല അടിപൊളി റൂട്ടാണ്. പക്ഷേ നല്ല കുന്നും അതുപോലെ നല്ല ഇറക്കവും കയറ്റവും നല്ല വളവൊക്കെയുള്ളൊരു റോഡാണ്. ഹെവി വാഹനങ്ങൾ വരുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം ലോഡും കൊണ്ട് ചില ഏരിയയിൽ ചില കയറ്റങ്ങളിൽ കയറാൻ സാധ്യതയില്ല. അതുപോലത്തെ വലിയ കയറ്റങ്ങൾക്കുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇന്നലെ അടിപൊളി റൂട്ടാണ് കേട്ടോ. നല്ല കിടക്കാച്ച റോഡൊക്കെയാണ്. നേരെ തന്നെ നമ്മൾ പൈതൽ മലയിലേക്ക് വരാം. അപ്പം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ആലക്കോട് കേട്ടോ. അത് ഈ വഴിയാണ് നമ്മൾ വന്നത്. അപ്പം നേരെ നമ്മൾ പോകുന്നത് പൈതൽ മലയിലേക്കാണ്. അപ്പോൾ ഈ ഒരു റൂട്ടാണ് പോകേണ്ടത്. ഗൂഗിൾ മാപ്പ് ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആലക്കോട് വന്നതിന് ശേഷം ഇവിടുന്നാണ് നമ്മൾ തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ. ഇത് ആലക്കോട് പൈതൽ മല റൂട്ടാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് റൂട്ട് നോക്കൊണ്ടു നിർത്തിയതാണ്. ഇവിടെ നേരെ നമ്മൾ പൈതൽ മലയിലേക്കുള്ള റൂട്ടാണ്. തിരിച്ച് ഈ വഴി തന്നെ വരണം കേട്ടോ. അവിടെ നിന്ന് റോഡില്ല. ആലക്കോട് നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പൈതൽ മലയിലേക്ക്. ഇവിടുന്ന് റോഡ് കുറച്ച് മോശം എന്ന് പറയാൻ പറ്റില്ല, ടാറിങ് റോഡ് തന്നെ. പക്ഷെ ചെറിയൊരു ചാട്ടക്കുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി പൈതൽ മലയിലേക്കാണ്. ഏകദേശം ഇവിടുന്ന് 12 കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് യാത്രയുണ്ട്. പോകുന്ന വഴിക്ക് ഇനി കാഴ്ചകളൊക്കെ ഉണ്ട്, അതും കൂടി കാണാം കേട്ടോ. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. 60 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവിടെ മുകളിലോട്ട് പോകേണ്ടത് കേട്ടോ. ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ വാങ്ങിയിട്ട് പോകാം കേട്ടോ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിയുമ്പം 60 രൂപയാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത് മുതിർന്നവർക്ക്. പിന്നെ ഒരു ഏകദേശം 2 കിലോമീറ്റർ നടത്താണ് ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അവിടെ ഒരു സമ്മതപത്രം കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കും കേട്ടോ. ആനയുണ്ട് എന്നൊക്കെ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടെന്നൊക്കെ ഒരു പേപ്പർ അവർ തരും. അത് വായിച്ച് നോക്കണം. ഓക്കെ ആണെങ്കിൽ മാത്രമേ കയറ്റുവിടുള്ളൂ കേട്ടോ. കാരണം ഫോറസ്റ്റിനകത്ത് കൂടിയുള്ള യാത്രയാണ്. ആനയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പുള്ളി. പിന്നെ 2 കിലോമീറ്റർ ഈ ഒരു നടത്താണ്. എന്തായാലും നമുക്ക് പോയി നോക്കട്ടെ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പൈതൽ മലയിലേക്ക് വരുന്നത്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത സ്ഥലം തന്നെയാണ്. പക്ഷേ എത്ര നാളായിട്ട് ഇപ്പോഴും തൊട്ടടുത്ത് ഏകദേശം ഒരു എനിക്കൊന്ന് 40 കിലോമീറ്റർ ഉണ്ട്. നടന്നു പോകണം കേട്ടോ. വലിയ കുഴപ്പമില്ല, റോഡാണ്. നടന്നു പോകാം സുഖമായിട്ട്. ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉണ്ട് കേട്ടോ. കണ്ടോ, വാച്ച് ടവർ, മഞ്ഞപ്പുല്ല് പൈതൽ മല. അവിടെ നടക്കേണ്ടത് നമ്മളിത് കയറി വന്ന സ്ഥലമുണ്ടോ, നല്ല വ്യൂ ആണ് കേട്ടോ.
അവിടെ മഞ്ഞൊക്കെ മുടിച്ചിരിക്കുന്ന അടിപൊളി വ്യൂ കേട്ടോ. എന്തായാലും നടക്കാനുണ്ട്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കൊന്ന് അങ്ങോട്ട് ടോപ്പ് വരെ വഴിയുണ്ട്, റോഡ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങൾ മാത്രമേ കയറ്റുകയുള്ളൂ, വേറെ ആരും കയറ്റി വിടില്ല. അതുപോലെ തന്നെ നമുക്കിങ്ങോട്ട് വണ്ടി കൊണ്ടുവരാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ നടന്ന് വരാനേ പറ്റുള്ളൂ. ഒരു കണക്കിന് നല്ലതാണ്. ഒരു വണ്ടികളൊക്കെ വന്ന് കാട് മൊത്തം നശിപ്പിക്കേണ്ട പരിപാടി ഇല്ല. 2 കിലോമീറ്റർ നടന്ന് കയറാൻ പറ്റുന്നവർ കയറിയാൽ മതി, അല്ലാത്തൊരു കയറണ്ട. എന്തായാലും റോഡുണ്ട്, നല്ല താരങ്ങൊന്നും ഇടാത്ത കട്ട് റോഡ് കേട്ടോ. നമ്മൾ 2 വീലർ ഡ്രൈവ് വാഹനങ്ങളൊക്കെ കയറിപ്പോവും, കാരണം വലിയ മോശമില്ലാത്തൊരു വഴിയാണ്. ലെവൽ റോഡ് കഴിഞ്ഞ് വീണ്ടും കയറ്റം വന്ന് തുടങ്ങി കേട്ടോ. എന്താ മല ഇട്ടത് കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നുണ്ടാ. ഈ വഴിയാണ് പോകേണ്ടത്. ഇത് നടക്കാണ്ട് എനിക്കൊന്ന് അതിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റല്ലേ. അങ്ങറ്റത്ത് ആ വഴി കേട്ടോ, കാണുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് റോഡ് കാണും ചെറുതായിട്ട്, അതിൻ്റെ ടോപ്പിലാണ്. ഇനി നടക്കാനുണ്ട്. ഇതൊക്കെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ, ഫോറസ്റ്റ് ഏരിയ അല്ല. ഇതിൻ്റെ ഇടയ്ക്ക് വ്യക്തികളുടെ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇതൊക്കെ വാഴക്കൃഷിയുണ്ട്, വേറൊക്കെ വാഴക്കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നടക്കണുണ്ടോ. അപ്പം എന്തായാലും നമ്മൾ മുകളിലോട്ട് തന്നെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഇലക്ട്രിക്കൽ പോസ്റ്റ് ആയിട്ടുണ്ടോ. ഇത് ആന വരാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന ഇലക്ട്രിക്കൽ പോസ്റ്റാണ്. സ്ഥലങ്ങളാണുണ്ടോ. അതിനടിച്ച് കണ്ട ഈ കമ്പിങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് ചെറിയ നൂല് പോലെ കണ്ടുണ്ടോ. അത് ടച്ച് ആയിരിക്കാൻ വേണ്ടിയിട്ടതുണ്ടോ. ആന ടച്ച് ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കും, അതിന് വേണ്ടിയാണ്. കറണ്ട് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടോ അങ്ങ് വരണ്ട കേട്ടോ, നൂല് പോലെ ഇരിക്കുന്നുണ്ടോ. ഇലക്ട്രിക് പോസ്റ്റാണത്. അപ്പം ആനയുള്ള റൂട്ട് തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ആന ടച്ച് ഷോക്ക് അടിക്കാൻ വേണ്ടി. ഇപ്പം ഇങ്ങോട്ട് കയറി വരില്ല, അതിന് വേണ്ടിയാണ്. എന്തായാലും നമ്മളിനി വീണ്ടും മുന്നോട്ട് തന്നെയാണ്. നല്ല നടക്കാനുണ്ട് കേട്ടോ. റോഡിൽ മരം വീണെടുക്കാം. അതെ, മണ്ണൊക്കെ എന്താ കുന്നും കുഴിയാണ്. മഴക്കാലത്തിന് വെള്ളം ഒലിച്ചു വന്നിട്ടുണ്ടോ. റോഡ് ചെറുതായിട്ട് കുഴി പോലെ ആയിരിക്കും കേട്ടോ. എന്തായാലും കുറച്ച് സമയം നടക്കാൻ തുടങ്ങിയിട്ടാ, എത്താറായി തോന്നുന്നു. നോക്കാം. അങ്ങോട്ട് ആവശ്യമില്ലായിരുന്നു കേട്ടോ. വേണ്ടോ, നല്ല ഫിൽട്രേഡ് വാട്ടറാണ്, കാരണം നല്ല ശുദ്ധീകരിച്ച വെള്ളമാണ് മുകളിൽ വരുന്നുണ്ടോ, ഒഴുകി വരുന്നത്. അത് പോകുന്ന വഴിക്കുള്ളതാണ്. എന്താ ഇത് നല്ല കൊക്ക കേട്ടോ താഴോട്ട്. പക്ഷെ വീണ്ടും നടക്കാനുണ്ട് കേട്ടോ. നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലത്തെ കാഴ്ചകളാണ് നമുക്ക് അടിപൊളിയായിരിക്കും. എന്തായാലും നമ്മൾ മുകളിലോട്ട് തന്നെയാണ്, ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. ഇത് ഇവിടുന്ന് മുകളിലോട്ടുണ്ട്. സ്റ്റെപ്പ് ഏകദേശം എത്താറായെന്ന് തോന്നുന്നു, കാരണം സ്റ്റെപ്പൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. നടന്നു പോകാനാണ്. എന്തായാലും ഇങ്ങോട്ട് വരുന്നവർ താഴെ നിന്ന് വെള്ളം നിർബന്ധമായിട്ട് വാങ്ങണം കേട്ടോ. നല്ല തണുപ്പുണ്ട്, ഇപ്പം നല്ല തണുപ്പുണ്ട്. കണ്ണൂരുകാരുടെ ഊട്ടി എന്ന് തന്നെ പറയാം കേട്ടോ, കാരണം നല്ല തണുപ്പാണ്, നല്ല കാറ്റും. മുകളിലോട്ട് കയറിയുമ്പോഴേക്കും നല്ല വൈബായിരിക്കും. കാസർഗോഡുകാർക്കൊരു ഊട്ടി ഉണ്ട് കേട്ടോ, അത് റാണിയൂരാണ്. അത് ഇതുപോലെ തന്നെ നമുക്ക് ഏകദേശം 2-2.5 കിലോമീറ്റർ അതും ട്രെക്കിംഗ് ആണ്. പക്ഷെ അത് റോഡൊന്നുമില്ല കേട്ടോ, കാരണം അകത്തുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. പക്ഷേ റോഡുണ്ട്. എന്തായാലും മുകളിലത്തെ കാഴ്ചകൾ നമുക്ക് എന്തായാലും അവിടെ എത്തുമ്പോൾ കാണാം കേട്ടോ. നല്ല വൈബായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ തന്നെ നല്ല വൈബാണ്, നല്ല തണുപ്പ്, നല്ല കയറ്റമാണ്, നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എത്താറ കേട്ടോ. എൻ്റെ ഇവിടുത്തെ ഒരു വൈബ് ഉണ്ടോ, മലകളുണ്ടോ, ഫുള്ള് കോടയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അതുകൊണ്ട് ഫുള്ള് കോടമഞ്ഞ് നിറഞ്ഞിരിക്കുക. അതെ, നമുക്കിനി പോകേണ്ട വഴി ഇതാണ്.
നടന്നു പോകണം. അതുപോലെ ഇതുണ്ട് ഇവിടെ തേനീച്ച ചെറുതേൻ്റെ ഈച്ചകളുണ്ടോ ഫുള്ളും തലയിലിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. വീണ്ടും സ്റ്റെപ്പാട്ടോ. എൻ്റെ കോട കാറ്റത്ത് പോകുന്നുണ്ടോ? കോട വന്നിട്ട് അതോ നേരത്തെ കാണാൻ പറ്റിയ ഏരിയ ആയിട്ടത് ഇപ്പോൾ കാണുന്നില്ല. ഉണ്ടോ ഫുള്ള് കോട. നല്ല കാറ്റും വീശുന്നുണ്ട് കേട്ടോ. അതേ കോട പോകാൻ നോക്കി. ഇനിയും ഏകദേശം ടോപ്പ് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. പൈതൽ മലയിലേക്ക് കയറി വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഫുള്ള് കോടയാണ്. നല്ല അടിപൊളി വൈബാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഒരു നമുക്ക് റൗണ്ട് മൊത്തം ഒന്നും കാണാം കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് കോട കണ്ടോ. മലയുടെ മുകളിൽ ഇങ്ങനെ കോട വന്ന് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പം എപ്പോഴും രാവിലെ വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം രാവിലെ വരുമ്പോൾ നല്ല കോടയായിരിക്കും. നല്ല ഹൈറ്റിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. കുറേ മലകളുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നടക്കാൻ. ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലം. അടിപൊളി സ്പോട്ടാണ്. നല്ല കാറ്റാണ്. എന്താ ഇത് അടുത്ത മലയിലേക്ക് പോകുന്ന വഴിയാണിത്. നടന്ന് പോകുന്ന അറ്റത്തൊരു മലയുണ്ടോ. ആ മലയിൽ പോയി ആ ഏരിയയിലെ വ്യൂ നല്ല രീതിയിൽ കാണാം കേട്ടോ. ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഈ കോട വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണൂരുകാരുടെ ഊട്ടി തന്നെ പറയേണ്ടത്. ഇത് നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 3 മല ഇങ്ങോട്ട് കഴിഞ്ഞു ഉണ്ടോ. ഇത് മേഘങ്ങളൊക്കെ കൊണ്ട് മാറിപ്പോയ കേട്ടോ. ഇവിടെ താഴെ ഉണ്ടോ മേഘം മറിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തണലായിരിക്കുക. എൻ്റെ കാർമേഘങ്ങൾ പോകുന്നതാണ് അതിൻ്റെ ഫോഗ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ. അങ്ങനെ പോകാം. ഇതുണ്ടോ ഫുള്ള് ഫോഗ് ഇങ്ങനെ അടിച്ച് വീശണത്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ കേട്ടോ. പൈതൽ മല കാണാൻ തന്നെ ഉണ്ട്. നല്ല കാഴ്ചകൾ. കുറേ സമയം ഇവിടെ ഇരിക്കുക കേട്ടോ. നല്ല തണുത്ത കാര്യം തന്നെ. നല്ല തണുത്തായിരുന്നു കേട്ടോ. ഫുൾ അടിപൊളി വ്യൂ ഉണ്ടോ. ഫോഗ് ഒരു രക്ഷയില്ലാത്ത ഫോഗ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട കാഴ്ച ഈ ഓപ്പോസിറ്റ് കാണുന്ന മലയുടെയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലും കൂടി ഒരു മലയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം കല്ലാണ്. അടിപൊളി സ്ഥലം കേട്ടോ. എന്താ പറയുക, കണ്ണൂർ ജില്ലയ്ക്ക് വരുന്നത് പൈതൽ മല ഒന്ന് കാണേണ്ട സ്പോട്ട് തന്നെയാണ്. ഇവിടെ ഒത്തിരി മലകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് പൈതൽ മല എന്ന പേര് കിട്ടിയാന്ന് തോന്നുന്നു. എന്തായാലും ഈ മലയിലെ കാഴ്ച നമുക്കൊന്ന് കാണാം. നല്ല അടിപൊളി വ്യൂ ആയിരിക്കും തോന്നുന്നു. കാരണം അടിപൊളി സ്പോട്ടാട്ടോ ഇവർ. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഉണ്ടോ ഫുള്ള് മല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം മല കാണാം. നമുക്ക് അവിടുത്തെ കണ്ട സെയിം വ്യൂ തന്നെയാണ്. പക്ഷേ ആ മലയിലാണ് നമ്മൾ നേരത്തെ പോയി നിന്നിരുന്ന ആ ഏരിയ കേട്ടോ. വ്യൂ ഒക്കെ കണ്ട ഒരു ഏരിയ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മലയാണിത്. ഈ ഏരിയയിൽ അതേപോലെ ഉണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. ഇതിലിങ്ങനെ വഴിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ നടന്ന് അങ്ങ് അറ്റം വരെ പോവാം. മലയുടെ അറ്റം വരെ പോവാം. ആ ഏരിയയിലും കാഴ്ച കാണാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്തൊരു സ്പോട്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ്. അതിൽ നല്ല തണുപ്പ് കേട്ടോ. ഏകദേശം 12 മണി 12:30 ആയി. ഇപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ.